പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതിയിലാഴ്ത്തി ഹോർമുസ് കടലിടുക്കിൽ അമേരിക്ക ഇറാൻ സൈനിക ഏറ്റുമുട്ടൽ രൂക്ഷം. മേഖലയിൽ നിരീക്ഷണം നടത്തുകയായിരുന്ന ഇറാന്റെ 2 അറ്റാക്ക് ഡ്രോണുകൾ യുവസേന വെടിവെച്ചിട്ടതായാണ് റിപ്പോർട്ട്. പശ്ചിമേഷ്യൻ മേഖലയിൽ നിരീക്ഷണം നടത്തുകയായിരുന്ന ഇറാന്റെ 2 ഡ്രോണുകൾ അമേരിക്കൻ സൈന്യം വെടിവെച്ചിട്ടു എന്ന് അവകാശപ്പെടുന്നു. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന അമേരിക്കൻ സെൻട്രൽ കമാൻഡാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ശനിയാഴ്ച വൈകുന്നേരമായിരുന്നു അന്താരാഷ്ട്ര സമൂഹത്തെ ആശങ്കയിലാഴ്ത്തിയ ഈ സംഭവമുണ്ടായത്. ലക്ഷ്യസ്ഥാനത്ത് പതിച്ച് സ്വയം പൊട്ടിത്തെറിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള വൺ വേ അറ്റാക്ക് ഡ്രോണുകൾ അഥവാ കാമിക്കാസെ ഡ്രോണുകളായിരുന്നു തങ്ങൾ തകർത്തതെന്നും അമേരിക്കൻ സൈന്യം അറിയിക്കുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന അന്താരാഷ്ട്ര വ്യാപാര കപ്പലുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഈ ഡ്രോണുകൾ വലിയ ഭീഷണിയായിരുന്നു. അതുകൊണ്ട് ഇവയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നുള്ളതായിരുന്നു മറുമാർഗമെന്നും അമേരിക്കൻ സൈന്യം പറയുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇരുപക്ഷവും തമ്മിലുള്ള ഏറ്റവും പുതിയ ഏറ്റുമുട്ടൽ കൂടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ആക്രമണങ്ങൾക്കെതിരെ പ്രതിരോധം തുടരാൻ അമേരിക്കൻ സൈന്യം എപ്പോഴും സജ്ജമാണെന്നും ഇതിനു പിന്നാലെ കൂട്ടിച്ചേർത്തു. ഹോർമുസ് കടലിടുക്കിന് നേരെ തൊടുത്തുവിട്ട 4 ഇറാനിയൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായും ഇറാന്റെ തീരദേശ നിരീക്ഷണ റഡാർ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായിട്ടും സെൻട്രൽ കമാൻഡ് പറഞ്ഞതിന് പിന്നാലെയാണ് പുതിയ പ്രഖ്യാപനമുണ്ടാകുന്നത്. ആഗോളതലത്തിലുള്ള വാതക കയറ്റുമതിയുടെ വലിയൊരു പങ്കും കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഊർജ്ജ വിതരണ കേന്ദ്രങ്ങളിലൊന്നായാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഏതൊരു ചെറിയ സൈനിക ഏറ്റുമുട്ടലും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെയും ആഗോള ഊർജ്ജ വിതരണത്തെയും കടുത്ത രീതിയിൽ തന്നെയാണ് ബാധിക്കാൻ സാധ്യതയുള്ളത്. ആഗോള വിപണികളും പ്രാദേശിക ശക്തികളും ഈ സാഹചര്യത്തെ വളരെ ജാഗ്രതയോടെയാണ് ഇപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. മേഖലയിൽ താൽക്കാലിക വെടിനിർത്തലിനായുള്ള ചർച്ചകൾ അണിയറയിൽ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ കൂടി തന്നെയാണ് ഈ ഏറ്റുമുട്ടൽ കനക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.